അവൻ്റെ കൃപയാൽ ക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഭൂമിയുടെ ചരിത്രത്തിൽ ഒരു വ്യത്യാസവുമില്ലാത്ത ഒത്തിരി കാര്യങ്ങളില്ല. പലതിലും നാമൊക്കെ തമ്മിൽ വ്യത്യാസമുള്ളവരാണ്. ഒരു വീട്ടിലെ ആളുകൾ ഇടപെടലിലും സംസ്കാരത്തിലും അടുത്ത വീട്ടിലെ ആളുകളെക്കാൾ വ്യത്യസ്തരാണ്. ഒരു ദേശത്തെ ആളുകൾ വസ്ത്രധാരണത്തിലും ഭക്ഷണ രീതിയിലും മറ്റു ദേശക്കാരേക്കാൾ വ്യത്യസ്തരാണ്. എല്ലാത്തിലും വ്യത്യാസം കാണുമ്പോൾ ഒരു വ്യത്യാസവുമില്ലാത്ത ചില കാര്യങ്ങൾ മാത്രം കാണാം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ജനിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും മരിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ പദമാണ് ബൈബിൾ തരുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം 3-ാം അധ്യായം 24-25 വാക്യങ്ങളാണ്. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. റോമാലേഖനം 3-ാം അധ്യായം 23, 24, 25 വാക്യങ്ങളാണ്. എല്ലാവരും ദൈവകൃപ നഷ്ടപ്പെടുത്തിയെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഒരു ശിക്ഷയുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ചേർക്കാത്ത ഒരാശയമാണത്. നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ഞങ്ങളെന്താ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണോ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം. അതെ, ആകുന്നു. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ രക്ഷിക്കപ്പെടണം. പാപത്തിൻ്റെ ശമ്പളമായ മരണം നമ്മിൽ ഓരോരുത്തരും കടന്നു. റോമലേഖനം 6:23 പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഒന്നുകൂടെ, റോമലേഖനം 6:23 പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. യോഹന്നാൻ 1:12-13 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും ചിന്തിച്ചതാണ്. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം ദാനം ചെയ്തതിനാൽ പിന്നെ വേറെ ആർക്കും അതിനെ തടഞ്ഞു നിർത്താൻ ഒക്കത്തില്ല. ആ വ്യക്തിക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാനുള്ള അധികാരം കർത്താവ് കൊടുത്തു. ഞാൻ യേശുവിനെ കൈക്കൊണ്ടാൽ എനിക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം തന്നിരിക്കുകയാണ്. ആർക്കും എന്നെ തടസ്സപ്പെടുത്താൻ ഒക്കത്തില്ല, ഒരു പിശാചിനും പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം വിശ്വസിച്ച മാത്രയിൽ രക്ഷിക്കപ്പെട്ടു എന്നല്ല, തെറ്റിദ്ധരിക്കരുത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞുവെന്ന് പാസ്റ്റ് ടെൻസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെടുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. റോമാലേഖനം 5:1-2 വാക്യങ്ങളിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എടുക്കാത്ത ഒരു വാക്യമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതർവൈസ് ദൈവവുമായുള്ള സമാധാനം നഷ്ടപ്പെട്ടവരായിരുന്നു. ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് കഴിയാതെ വണ്ണം ദൈവവുമായുള്ള സമാധാനം നഷ്ടപ്പെട്ട് ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് നീതീകരിക്കപ്പെടാത്തവന് ദൈവത്തോട് അടുത്തു വരാൻ കഴിയത്തില്ല. ദൈവത്തോട് അടുത്തു വരുവാൻ പ്രയാസമുണ്ട്. ഇങ്ങനെ നീതീകരിക്കപ്പെട്ടതിനാൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. തീത്തോസ് 3:5-7 വരെ നമ്മൾ ചിന്തിച്ചതാണ്. അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളല്ല, തൻ്റെ കരുണ നിമിത്തമത്രേ രക്ഷിച്ചു. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മുഖേന മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഞാൻ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ദൈവമക്കളാകുവാനുള്ള അവകാശം ലഭിച്ചതിനെ തുടർന്ന് ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു നവീകരണം തരും. ആ പണ്ടുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ മാറും. എനിക്കൊരു നവീകരണം ലഭിക്കും. നിശ്ചയം ഒരു നവീകരണമുണ്ട്. ആ പഴമയിൽ ഒരിക്കലും ദൈവത്തെ സേവിക്കാൻ ഒക്കത്തില്ല. പഴയ മനുഷ്യനെ കൊണ്ട് അതൊക്കത്തില്ല. പഴയ പ്രകൃതിയിൽ അതൊക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തെ സേവിപ്പാൻ കഴിയുകയുള്ളൂ. ആ നവീകരണത്തിനായി സ്തോത്രം. ഇവിടെ ഞാനൊരല്പം കൂടെ ചേർത്ത് പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടും.
ഈ നവീകരണം എന്നാൽ എന്താണ്? നമ്മുടെ പഴയ ചിന്താഗതികൾ, പഴയ ആശയങ്ങൾ മാറുന്നു. നാൾ തോറും നാം രക്ഷിക്കപ്പെടേണ്ടതിന് നാൾ തോറും ഒരു നവീകരണം നമ്മുടെ ജീവിതത്തിലുണ്ട്. ജീവിതത്തിൽ ഒരിക്കലായി ലഭിച്ച ഒരു നവീകരണം അത് നല്ലത് തന്നെ. അതിനപ്പുറത്ത് നാൾ തോറും നമുക്കൊരു നവീകരണമുണ്ട്. കാര്യം ദൈവത്തിൻ്റെ കൽപ്പനകളുടെ പ്രത്യേകത അത് തുടരുമാനമായി, ആവർത്തനമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കുഞ്ഞ് വളരുന്നത് ഒരു സെക്കൻഡ് കൊണ്ടല്ല, ഒരു ദിവസം കൊണ്ടല്ല, ഒരു വർഷം കൊണ്ടുമല്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ദൈവകൃപയിൽ ഞാൻ വളർന്നതും ജനിച്ചതും വളരുന്നതും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിനാവശ്യമുള്ള നിർദ്ദേശങ്ങൾ അന്നന്ന് പരിശുദ്ധാത്മാവ് തരും. അതിൻ്റെ അർത്ഥം ബൈബിൾ മാറ്റി എഴുതുമെന്നല്ല, ബൈബിൾ മാറ്റി എഴുതത്തില്ല. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത തിരുത്തപ്പെടാത്ത പുസ്തകമാണ്, ആവർത്തിച്ച് ഫലമേൽപ്പിക്കപ്പെടാത്ത പുസ്തകമാണ്. ഒത്തിരി പ്രാവശ്യം ഞാൻ ഉദാഹരണം ഉപയോഗിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ വർഷത്തെ പുസ്തകം പോരാ, ഈ വർഷം 5ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ പുസ്തകം ഒന്നുകൂടെ പരിഷ്കരിച്ച് പുതിയ പുസ്തകം തരും. 4-5 വർഷം കഴിയുമ്പോൾ ആ പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കും. കാരണം ലോകത്തിൻ്റെ ചിന്താഗതികൾ മാറി, കാലസ്ഥിതികൾ മാറി, ജീവിത സാഹചര്യങ്ങൾ മാറി. അതുകൊണ്ട് പുസ്തകം പരിഷ്കരിച്ചേ മതിയാകൂ. ഞാനൊരു പുസ്തകം എഴുതിയാൽ 4-5 വർഷം കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ പരിഷ്കരിച്ച 2ാം പതിപ്പ് പുറത്തു കൊണ്ടുവരും. കാര്യം കൂടുതൽ അനുഭവങ്ങൾ മനസ്സിലാകും, കൂടുതൽ സത്യങ്ങൾ മനസ്സിലാകും. വേദപുസ്തകത്തിന് പരിഷ്കരിച്ച പതിപ്പില്ല. കാരണം സകലതും മുന്നമേ അറിയാവുന്ന ദൈവം സകല കാലങ്ങളിലേക്കും വരുവാനുള്ളത് ഒറ്റയടി തന്നതുകൊണ്ട് ഈ പുസ്തകം പരിഷ്കരിക്കപ്പെടത്തില്ല. ഇതിങ്ങോട്ട് തന്നേച്ച് യേശു പറഞ്ഞത്, ആകാശം മാറാം, ഭൂമി മാറാം, ഇതിൽ നിന്നൊരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും മാറത്തില്ല. പിന്നെ എനിക്ക് എങ്ങനെ നവീകരണം ലഭിക്കും? എങ്ങനെ എൻ്റെ ജീവിതത്തിൽ നവീകരണം ഉണ്ടാകും? ദൈവത്തിൻ്റെ വചനത്തിന് എന്നും പുതിയ വ്യാഖ്യാനങ്ങളുണ്ട്, എന്നും പുതിയ വ്യാഖ്യാനങ്ങളുണ്ട്. വേദപുസ്തകത്തിന് മൊത്തത്തിലൊരു ഉപദേശമുണ്ട്. ആ ഉപദേശത്തിൻ്റെ വെളിയിൽ പോകാതെ അതിനകത്ത് നിൽക്കുന്ന പുത്തൻ വ്യാഖ്യാനങ്ങൾ എന്നുമുണ്ട്. ഇത് അന്നന്ന് ദിവസങ്ങളിൽ എടുക്കേണ്ടതിന് അവൻ വേദ അധ്യാപകന്മാരെ സഭയിലാക്കി അവരുടെ മേൽ ആത്മാവിനെ പകർന്നു. ഇതിനകത്ത് ഞാൻ ഒരു ഗൗരവമുള്ള കാര്യം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഓർപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ ദേവാലയം പണിയുവാൻ മോശയുടെ കയ്യിൽ ദൈവം പ്രമാണം കൊടുത്തു. തുടർന്ന് ദാവീദിൻ്റെ കയ്യിൽ ദൈവം എഴുതി കൊടുത്തു. ഇവിടെ ഒരു വ്യത്യാസം കൂടെ പറയാം, ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട്. മോശയുടെ കയ്യിൽ ദൈവം എഴുതി കൊടുക്കുകയല്ലായിരുന്നു, മോശെ കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃകപ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. പക്ഷെ ദാവീദിൻ്റെ അടുക്കൽ വന്നപ്പോൾ രേഖാമൂലം ദൈവത്തിൻ്റെ കൈകൊണ്ട് അളവുകളും പ്രമാണങ്ങളും എഴുതി കൊടുത്തു. എന്തുകൊണ്ടാണ്? മോശയുടെ കയ്യിൽ മോശയ്ക്ക് പറഞ്ഞു കൊടുത്തത് എന്തുകൊണ്ട് ദാവീദിന് എഴുതി കൊടുത്തു? ഒന്ന് പുറകോട്ട് തിരിഞ്ഞാൽ മോശയുടെ വിദ്യാഭ്യാസം എന്തോ ആയിരുന്നു? മിസ്രൈമിലെ സകല വിദ്യയിലും നിപുണൻ. അദ്ദേഹത്തെക്കാൾ കവിഞ്ഞ് ഒരു വിദ്യാ നിപുണതയിലേക്ക് എത്താനില്ല. അതുപോലൊരു വിദ്യാ നിപുണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് മനസ്സിലാകും, പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് മനസ്സിലാകും. ദാവീദോ? ഈ പുള്ളി പള്ളിക്കൂടത്തിൽ പോയതാണെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. ആടുതീറ്റി നടന്നതാ ദാവീദ്. ദൈവകൃപയാൽ താൻ വലിയവനായി, പക്ഷെ വിദ്യാഭ്യാസം ഇത്രേ ഉള്ളൂ. തമ്പുരാൻ പറഞ്ഞ്, നിന്നോട് പറഞ്ഞു തന്നാൽ തെറ്റിച്ചുകളെ, നിനക്ക് കാണിച്ചു തന്നാൽ നിനക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് പേപ്പർ എടുത്തോ, ഞാൻ എഴുതി തരാം. പേപ്പറല്ലോ എന്തിലോ എനിക്കറിഞ്ഞുകൂടാ, തൻ്റെ കയ്യിൽ എഴുതി കൊടുത്തു. നമ്മോടും ദൈവം ഇടപെടുന്നത് പലപ്പോഴും നമ്മുടെ ബേസിക് ബാക്ക്ഗ്രൗണ്ടിന് ഒത്തവണ്ണമാണ്. തുടർന്ന് പൗലൂസിനെ 3ാം സ്വർഗത്തോളം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ, ഒന്നും എഴുതി കൊടുത്തില്ല. ഇവിടെ വന്ന് എഴുതാൻ തന്നോട് ആവശ്യപ്പെട്ടു, താൻ ഇവിടെ വന്ന് എഴുതി. അവരവരുടെ ബാക്ക്ഗ്രൗണ്ടിന് ഒത്തവണ്ണം ഇടപെടുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിന് ഒത്തവണ്ണം എന്നും പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കേണ്ടതിന് ഈ യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് മാത്രമേ ഉപജീവിക്കേണ്ടത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഉപജീവിക്കുന്ന ദ വേർഡ് ദറ്റ് പ്രൊസീഡത്ത് ഔട്ട് ഓഫ് ദ മൗത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനത്താലും. അവിടെ എഴുതിയിരിക്കുന്ന ടേം പ്രസൻറ്റ് പാർട്ടിസിപ്പൻ്റ് ടേമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പ്രസൻറ്റ് പാർട്ടിസിപ്പൻ്റ് ടേം. എനിക്ക് ഗ്രാമർ ശരിക്കും അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് തീരെ പഠിച്ചതല്ല. എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന, നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയെ ഞാൻ പറഞ്ഞു. ഈ ടേമിൻ്റെ പ്രത്യേകത എന്നും തുടരുന്നതാണ്. ഇന്നുണ്ട്, നാളെയുണ്ട്, മറ്റന്നാളുണ്ട്. ഇന്നത്തേക്ക് അന്നേക്ക് ആവശ്യമുള്ളത്.
സാഹചര്യങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം തന്നിരിക്കും. എൻ്റെ കൂടെ ഒരു കുഞ്ഞ് നടന്നു വരികയാണെങ്കിൽ ഞാൻ അവനെ കൈപിടിച്ച് നടത്തുന്നുവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഓരോ ചുവട്ടിലും പ്രത്യേകമായൊരു കാവലുണ്ട്. ഒന്നാമത്തെ ചുവട്ടിൽ ചള്ളയുള്ള സ്ഥലത്താണ് ചവിട്ടുന്നതെങ്കിൽ അവിടുന്ന് പിടിച്ചു മാറ്റും. രണ്ടാമത്തെ ചവിട്ടടി നല്ല നിലത്താണെങ്കിൽ പിടിച്ചു മാറ്റാനില്ല. 2 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ മുള്ളുള്ളവരിടത്താണ് ചെയ്യുന്നതെങ്കിൽ എടുത്തു പൊക്കിയെന്ന് വരും. വ്യത്യസ്ത രീതികളിൽ ഓരോ ചുവട്ടടിയിലും നടത്തുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിന് ചുവട്ടടികൾ തോറും പറഞ്ഞു തരുവാനുണ്ട്. വ്യത്യസ്ത ആലോചനകൾ കാണും. ഇതിനെ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ദൈവം സഭയിൽ വേദാധ്യാപകന്മാരെ ആക്കുമ്പോൾ അവരുടെ മേലൊരു പ്രത്യേക അഭിഷേകം പകർന്നു കൊടുത്തു. ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് മടങ്ങി വരാം. മോശയോട് പോലും ദൈവം സകലതും കൊടുത്ത ശേഷം, പ്രത്യേകിച്ച് ദാവീദിന് എഴുതി കൊടുത്ത ശേഷം, എഴുതാതെ ചില ഭാഗങ്ങൾ വിട്ടുകളഞ്ഞു. 1-2 പ്രാവശ്യം എവിടേക്കോ തൊട്ടു. എഴുതാതെ 1-2 ഭാഗങ്ങൾ വിട്ടുകളഞ്ഞു. രത്നം വെട്ടിപ്പതിക്കേണ്ടത് രത്നത്തിൻ്റെ അളവുകൾ കൊടുത്തിട്ടില്ല. വിലയേറിയ കല്ലുകൾ വെട്ടിപ്പതിക്കേണ്ടതിൻ്റെ സ്ഥാനമോ കല്ലുകളുടെ രൂപമോ പറഞ്ഞു കൊടുത്തിട്ടില്ല. പകരം പറഞ്ഞു, ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ച 2 പേർ നിങ്ങളുടെ നടുവിലുണ്ട്, അവർ വേണ്ടി ഇത് പണിയുവാൻ. അതാത് സാഹചര്യങ്ങളിലെ മോസ്റ്റ് പ്രഷ്യസ് വർക്ക്, ആ മോസ്റ്റ് പ്രഷ്യസ് വർക്ക് ചെയ്യുവാൻ ദൈവം ചിലരെ ഏൽപ്പിച്ചേ മതിയാകും. ചില സാഹചര്യങ്ങളിൽ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിഞ്ഞുകൂടാ. അനേർക്കും നെഗറ്റീവായിരിക്കും മനസ്സിലാകുന്നത്. അത് ചിലർക്ക് അങ്ങനെ അവർ തല തിരിഞ്ഞത് അവർക്ക് നേരെ മനസ്സിലാകത്തില്ല. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാമേ. അത് തമാശന് മാത്രമാണ്, പക്ഷേ മനസ്സിലാക്കേണ്ടവർക്ക് വേണ്ടി. പഞ്ചാബിലും മറ്റും നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ്. ഒരു തണുപ്പുള്ള ദിവസം 2 പഞ്ചാബികൾ ചേർന്ന്, രണ്ട് സർദാർജിമാർ എന്ന് ക്ഷമിക്കണം, 2 പഞ്ചാബികൾ ചേർന്ന് ഒരു മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തു. പോലും മോട്ടോർ സൈക്കിളിൽ നിന്ന് വരുന്ന കാറ്റ് അവരുടെ നെഞ്ചത്തോട്ട് ശക്തിയായി അടിച്ചപ്പോൾ ഈ കൊട്ട കിട്ടിയിട്ടുണ്ട്, ഈ കോട്ടിൻ്റെ ബട്ടൻ്റെ അകത്തൂടെ കാറ്റ് കയറുന്നത് അവർക്ക് തോന്നി. അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്തു. 2 പേരും ഈ കോട്ട് ഊരി ബട്ടൺ പുറകോട്ടാക്കിയിട്ടു. അപ്പോൾ ഈ ഗ്യാപ്പിനകത്തൂടെ കാറ്റ് വരത്തില്ല. മാത്രവുമല്ല, ഞാനും ചെയ്തിട്ടുണ്ട്. കോട്ടൂരി തിരിച്ചിട്ടിട്ടില്ല, പക്ഷെ ഞാനും ചെയ്തിട്ടുണ്ട്. ഒരു കഷ്ണം പേപ്പർ ഈ കോട്ടിൻ്റെ അകത്തോട്ട് വെക്കും. ഈ തുണിയുടെ അകത്തെ വിടവിനകത്തൂടെ നൂലിനകത്തൂടെ കാറ്റകത്തോട്ട് കയറുമെങ്കിലും അതിനടിയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ കാറ്റ് കയറത്തില്ല. അങ്ങനെയൊക്കെ പോകും. അങ്ങനെ 2 പേര് ചേർന്ന് പോകുന്ന കൂട്ടത്തിൽ ബൈക്ക് ഒരു അപകടത്തിൽ വിട്ടു. 2 പേരും ബോധരഹിതരായി തറയിൽ കിടന്നു. അതിലെ പുറകെ വന്ന പുള്ളി നോക്കിയപ്പോൾ ഇവന്മാരുടെ തല തിരിഞ്ഞിരിക്കുന്നു. അവരെ തല പിടിച്ച് നേരെ വെച്ചെന്നാണ് പറയുന്നത്. കാര്യം കോട്ട് പുറകോട്ടിട്ടിരിക്കുന്നത് കൊണ്ട് പുറകോട്ട് പണിന്ന് അവരുടെ മുൻഭാഗമെന്നും ആക്സിഡൻറ്റിൽ എന്തോ അപകടം പറ്റി തല തിരിഞ്ഞു പോയതാണെന്ന് ഓർത്തു. അത് അവരുടെ അറിവ് അത്രേ ഉള്ളൂ. ഇതുപോലെ പലർക്കും തലതിരിഞ്ഞ ചിന്തകൾ വന്നെന്ന് വരാം. അറിവ് കൂടുതൽ കൊണ്ടാകാം, അല്ലല്ല കാര്യത്തെ ശരിക്കറിയാവുന്നത് കൊണ്ടാകും. മറ്റവർക്ക് ശരിക്കറിയാം, കോട്ടിടുന്നതിന് ബട്ടൺ മുന്നിലാണ്, അവർക്ക് ശരിക്കറിയാം. അതിന് അടുത്തൊരു പടി ഒരുത്തൻ എടുത്തതാന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലാതെ പോയി. ദൈവത്തിൻ്റെ വചനപ്രകാരം അതാത് ദിവസത്തേക്ക് ആവശ്യമുള്ള ആലോചനകൾ തരും. വളരെ സ്പെസിഫിക്കായ ചില വിഷയങ്ങളിൽ ദൈവം അഭിഷേകം ചെയ്തവരെ ചില ആലോചനകൾ ദൈവം ഏൽപ്പിക്കും. ഒരിക്കൽ ഒരു പ്രത്യേക വിഷയം ഞാൻ പല ദൈവദാസന്മാർക്ക്, അനേകരല്ല പല ദൈവദാസന്മാർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഒറ്റയടി മറുപടി ഇല്ലാത്ത ചില ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു. നമ്മുടെ ഈ ചർച്ചിൽ ചെയ്യാനായിട്ടാണ് ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു. വ്യക്തമായി ബൈബിളിൽ നിന്ന് ഒറ്റ വാക്കിൽ ക്ലിയർ കട്ടിൽ തന്നെ ഇങ്ങനെ പറയാൻ വേണ്ടി എനിക്കൊരു വാക്യമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. അതാത് വർഷത്തേക്ക് നിയമിക്കപ്പെടുന്ന മഹാപുരോഹിതന് അതാത് വർഷത്തേക്കുള്ള തീരുമാനമെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഞാൻ നോക്കിയിട്ടില്ല. ഉണ്ടെന്നും കണ്ട ഞാൻ തപ്പിയത്. സത്യത്തിൽ ആ വാക്ക് എന്നോട് അങ്ങോട്ട് ഇടപെടുമ്പോൾ ബൈബിളിൽ നിന്ന് പല ആവർത്തി വായിച്ചതുപോലെ എനിക്കങ്ങ് തോന്നി. അത്ര ശക്തമായിട്ടാണ് എന്നോട് ഇടപെടുന്നത്. എൻ്റെ കാര്യമല്ല, പഴയ നിയമത്തിൻ്റെ കാര്യമാണ്. അതാത് വർഷങ്ങളിലേക്ക് നിയമിക്കപ്പെടുന്ന മഹാപുരോഹിതന്മാർക്ക് നേരിട്ട് മറുപടിയില്ലാത്ത വിഷയങ്ങളിൽ തീരുമാനമെടുക്കുവാൻ കഴിയും. ഞാൻ എന്നെ വിളിച്ച ദൈവദാസന്മാരോട് പറഞ്ഞു, ഇക്കാരണത്താൽ ഞാൻ ഇന്ന തീരുമാനമായി എടുത്തത് അവരോടും പറഞ്ഞു. പക്ഷേ ഞങ്ങളെല്ലാം കൂടെ ബൈബിൾ അരിച്ചു പെറുക്കി നോക്കിയിട്ട് അങ്ങനെ ഒരു വാക്യമില്ല. പിന്നെ എന്നെ ഞാൻ കണ്ടത് എന്നോട് ദൈവം ഇടപെട്ടതാണ്. പല സഹോദരന്മാർ എൻ്റെ അടുക്കൽ വന്ന്
പാസ്റ്റർ പ്രസംഗിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നീ എങ്ങനെ കേട്ടത്? ഞാനൊരാളിനോട് ദൂതെടുത്തു, ദൈവം ഇന്ന കാര്യം സാധിക്കും എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. ഒരാൾ എൻ്റെ അടുക്ക വന്ന് പറയുക 3 മാസം കൊണ്ട് ഇത് നടക്കുമെന്ന്. പാസ്റ്റർ അന്ന് ദൂത് പറഞ്ഞതല്ലേ, കറക്റ്റ് നടന്നു. ഞാൻ തിരിഞ്ഞാലോചിക്കുക, 3 മാസം കൊണ്ട് നടക്കുമെന്നൊരു ദൂത് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നീ ഇതെങ്ങനെ കേട്ടു? അത് ദൈവം പറഞ്ഞതാ, ഞാനല്ല പറഞ്ഞത്, ദൈവം അദ്ദേഹത്തോട് പറഞ്ഞതാ. ഞാൻ അറിയാത്ത പല ഇതുപോലെയാ തിരിച്ചും ചെകുത്താനും പലരോട് ഇടപെടും. പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞെന്ന് ചെകുത്താനും പറയും. ദൈവത്തിൻ്റെ ആലോചന തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. രത്നം വെട്ടി പതിക്കുന്നതിനെക്കുറിച്ച് എവിടെ പതിക്കണമെന്നും, കാര്യം കയ്യിൽ കിട്ടുന്ന രത്നങ്ങളെല്ലാം ഒരളവിലല്ല. പ്രഷ്യസ് സ്റ്റോൺസ്, ഡയമണ്ട്സ് ഒരുപോലെയല്ല. അതിൻ്റെ ആംഗിളുകൾ വേറെയാ, അതിൻ്റെ വലിപ്പം വേറെയാ. ഉദ്ദേശിക്കുന്നത് പോലെയുള്ള വലിപ്പം തന്നെയല്ല, ലഭിക്കുന്ന വലിപ്പത്തിനനുസരിച്ച് പണിയേണ്ടതായി വരും. അങ്ങനെയുള്ളിടത്ത് ദൈവത്തിൻ്റെ പണിക്ക് കേടുവരാതിരിക്കേണ്ടതിന് ദൈവം പറഞ്ഞു, ഇതിൻ്റെ പണി ഞാൻ അളവ് തരികയല്ല, അതിന് ചെയ്യേണ്ടതിന് ജ്ഞാനാത്മാവ് കൊണ്ട് ഞാൻ നിറച്ച 2 പേരെ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവർ ജ്ഞാനാത്മാവ് കൊണ്ട് നിറഞ്ഞവരാണ്, അവരെ പണി ചെയ്യും. ഈ ആശയം നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അതാത് സാഹചര്യങ്ങളിലേക്ക് ആവശ്യമുള്ളത് ദൈവം തന്നുകൊണ്ടിരിക്കും. ആകയാൽ പാപം നിങ്ങളുടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. തീത്തോസ് 3:5 മുതൽ 7 വരെ, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്, ഞാൻ ഇന്നലെ ചേർക്കാത്ത ഒരു വാക്യമാണിത്. അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളല്ല രക്ഷിച്ചത്, തൻ്റെ കരുണപ്രകാരം അത്രേ. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ആത്മാവ് തന്നെ എന്നും നവീകരിച്ചു കൊണ്ടിരിക്കും. ഇന്നലത്തെ നവീകരണത്തിനായി സ്തോത്രം, ഇന്ന് ലഭിക്കുന്ന നവീകരണത്തിനായി സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയേക്കാൾ ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന നന്നായിരുന്നുവെന്ന് ഓരോ പ്രാവശ്യവും നമ്മൾ പറയാറുണ്ട്. കാര്യം വീണ്ടും ഒരു നവീകരണം നമുക്ക് എന്നും തന്നു. മലയാളത്തിനത് തത്തുല്യമായ ഒരു പദം ഇല്ലെങ്കിലും ഏറെക്കുറെ അടുത്തു വരുന്ന ഒരു പദമുണ്ട്. ഒന്നിനൊന്നിന് ബെറ്ററാണെന്ന്, ഒന്നിനൊന്നിന് ഭേദമാണ്. ഏതാ നല്ലത്? രണ്ടും നല്ലതാണ്. എന്നാലും ഒന്നിനൊന്നിന് ഭേദമാണ്. ഓരോന്ന് നന്നായി വരിക. എന്നും ലഭിക്കുന്ന നവീകരണങ്ങൾക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. റോമലേഖനം 5:21 ഒരു പദം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം വാണതുപോലെ. വാഴുക എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ അങ്ങോട്ട് സാധാരണ പോകാറില്ല. പാപം നമ്മളിൽ വാണുന്നു. എന്തുവാ പാപം വാണത്? നേരമാകുമ്പോൾ പാപം ചെയ്യാതെ ഒക്കത്തില്ല. വാഴുക എന്ന പദപ്രയോഗം ഗ്രീക്കിലെ പദം ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ കേട്ടിട്ടുള്ള അർത്ഥത്തിൽ, ആശയത്തിൽ ഗ്രീക്കിൽ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് താന്തോന്നിയായ ഒരു പട്ടാള അധികാരി അയാളുടെ ഇഷ്ടം പോലെ ഭരിക്കുന്ന ഒരു പട്ടാള സമൂഹത്തോട് കൊടുക്കുന്ന വിവരം കെട്ട ആലോചന. ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാനർത്ഥം. പട്ടാളത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, പറഞ്ഞാൽ ചെയ്യണം. ഇതൊരു വിവരം കെട്ട ആലോചനയാണ്. ഒരു വിവരം കെട്ട പട്ടാള മേലധികാരി വിവരം കെട്ട ഒരു കൽപ്പന തൻ്റെ താഴെയുള്ളവർക്ക് കൊടുക്കുന്നതിനെയാണ് ആ പദം ഉദ്ദേശിക്കുന്നത്. ആ പദമാണ് വാഴുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പട്ടാളത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സീനിയർ ഓഫീസർ പറഞ്ഞാൽ കേട്ടേ പറ്റൂ. ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്, പറഞ്ഞാൽ കേൾക്കുന്നിടത്തെല്ലാം ഉണ്ട്. സീനിയേഴ്സ് പറഞ്ഞാൽ ജൂനിയേഴ്സ് കേട്ടേ പറ്റൂ. വെറും വൃത്തികെട്ട അല്ലെങ്കിൽ അബോധനായ ഒരു പട്ടാള ഓഫീസർ തൻ്റെ പ്രജകളോട് ഇന്നത് ചെയ്തിരിക്കണം എന്ന് ശഠിക്കുന്നത് പോലെ പാപം എന്നോട് ശഠിച്ചു. ഒന്ന് മനസ്സിലാക്കണേ ആ ഭാഗം. സിഗരറ്റ് വലി, ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി എടുക്കുകയാണ്. എനിക്ക് നന്നായി അറിയാം സിഗരറ്റ് വലിക്കുന്ന തെറ്റാണ്. പക്ഷെ സിഗരറ്റ് വലിക്കാരനാണെങ്കിൽ ഞാൻ വലിച്ചിരിക്കും. കാര്യം നേരെ പിശാചി പറയും എടുക്കടാ വലിക്കടാന്ന് പറയും. എടുത്തേ തീരൂ. കാര്യം ഇവൻ വാഴുക. മദ്യപനായ ഒരാൾ അതൊരു പാപമാണെങ്കിൽ നേരമാകുമ്പോൾ അവനോട് മദ്യപിക്കടാ, അവൻ വാഴുക. ഇതുപോലെ പാപം നിങ്ങളെ വാണിരുന്നു. നിങ്ങൾക്കൊരു എക്സ്ക്യൂസ് പറയാനില്ലാതെ, നിങ്ങൾക്ക് തെറ്റി ഒഴിയാൻ കഴിയാതെ പാപം നിങ്ങളെ വാണിരുന്നു. വാണതുപോലെ
ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ കൃപ, ദൈവപ്രമാണം നമ്മിൽ വാഴുന്നില്ലെങ്കിൽ നിത്യജീവൻ നഷ്ടപ്പെടുന്നു. ഇതൊരു ഭയങ്കര ആശയമാണ്. കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. നമ്മെ വിളിച്ചതും വേർതിരിച്ചതും ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് തന്നതും നിത്യജീവന് വേണ്ടിയാണ്. അത് വേണമെങ്കിൽ നമ്മുടെ മേൽ ദൈവകൽപ്പന വാണേ മതിയാകും. എനിക്ക് വ്യത്യാസം വരുത്താൻ ഒക്കത്തില്ല. ഐ ഹാവ് നോ വേ. ദൈവത്തിൻ്റെ എല്ലാ പ്രമാണവും അങ്ങനെയാണ്, നമുക്ക് വ്യത്യാസം വരുത്താൻ ഒക്കത്തില്ല. ഞാൻ ഇന്ന് വളരെ ടയർഡായിട്ടാണ് വൈകിട്ട് കിടക്കാൻ പോകുന്നത്. ഇന്ന് ടയർഡാ, സത്യമായിട്ടും ടയർഡാണ്. കിടക്കാൻ പോകുമ്പോൾ ഞാനങ്ങ് പ്രാർത്ഥിച്ചെന്നിരിക്കട്ടെ, ഈ രാത്രിക്ക് ഒരു 14 മണിക്കൂർ ഉണ്ടായിരിക്കണേ കർത്താവേ എന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടാകുമെന്ന്? ചിലർ പറയാറുണ്ട് ദൈവം ലീഗലിസ്റ്റിക് അല്ലെന്ന്. പക്ക ലീഗലിസ്റ്റിക്കാണ്. ദൈവത്തെ പോലെ ലീഗലിസ്റ്റിക് വേറൊരാളില്ല. ആരെങ്കിലും ഒരുത്തൻ ലീഗലിസ്റ്റിക് അല്ലെന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റിക്ക് അവനെ കൊള്ളത്തില്ല. കാര്യം നമ്മുടെ സൊസൈറ്റി ലീഗലിസ്റ്റിക്കാണ്, പ്രകൃതി ലീഗലിസ്റ്റിക്കാണ്, ദൈവം ലീഗലിസ്റ്റിക്കാണ്. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും രാത്രിക്ക് 14 മണിക്കൂർ കിട്ടുകയില്ല. എനിക്ക് ജോലി ഒത്തിരി ചെയ്ത് തീർക്കാനുണ്ട്, അതുകൊണ്ട് നേരത്തെ ഒന്ന് വെളുത്ത് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചാലും നടക്കുകയില്ല. ദൈവം അതിനൊരു പ്രമാണം വെച്ചിട്ടുണ്ട്, ആ സമയത്തിരിക്കത്തേ ഉള്ളൂ. കാര്യം പ്രകൃതി നമ്മുടെ മേൽ വാഴുന്നത് പോലെ ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മുടെ മേൽ വാണാൽ മാത്രമേ നമുക്ക് നിത്യജീവനുള്ളൂ. ഞാൻ ഒന്നുകൂടെ തിരിച്ചു പോകാം. പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയാണ്, വാഴുകയാണ്. അതിനകത്ത് വാഴുന്നിടത്തോളം കാലം മനുഷ്യന് രക്ഷയില്ല, മനുഷ്യന് വെളി വരാൻ ഒക്കത്തില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവപൈതലിൻ്റെ മേൽ നിത്യജീവൻ വാഴേണ്ടതിന്, നാം നിത്യജീവനിൽ എത്തേണ്ടതിന് കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ വാഴണം. കൃപ വാഴുന്നുവെങ്കിൽ നാം നീതി ചെയ്യും, ദൈവപ്രമാണത്തിൽ നടകൊള്ളും. രക്ഷയുടെ ഘടകങ്ങളാണ് ഞാൻ തൊടുന്നത്. വിശ്വാസത്താലാണ് രക്ഷ, പ്രവൃത്തിയാലല്ല. പക്ഷേ കൃപ നമ്മുടെ മേൽ വാണേ മതിയാകൂ. അത് പറയുന്നത് പോലെ നാം നടന്നേ മതിയാകൂ. ഞാൻ ഒരു വാക്യം കൂടെ ചേർക്കട്ടെ. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ രക്ഷയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഗൗരവമായി വിശദീകരിക്കുന്ന പുസ്തകങ്ങളിലൊന്നാണ് റോമാലേഖനം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഇങ്ങോട്ട് വന്നപ്പോൾ മർത്യശരീരങ്ങളിൽ, നിങ്ങളുടെ അവയവങ്ങളിൽ പാപം വാഴരുത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൈ കൊണ്ട് എന്തു ചെയ്യണം, എൻ്റെ കാലുകൊണ്ട് എന്തു ചെയ്യണം, ഇത് പാപം തീരുമാനിക്കും. എൻ്റെ നാക്കുകൊണ്ട് എന്ത് ചെയ്യണം, എൻ്റെ കണ്ണ് എവിടെയൊക്കെ നോക്കണം, എൻ്റെ ചെവി എന്തിനൊക്കെ തുറക്കണം, പാപം തീരുമാനിക്കും. എൻ്റെ അവയവങ്ങളിൽ ഇനി പാപം വാഴരുത്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഇവിടെ വിശുദ്ധിയുടെ പടിയിൽ വളരുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും ഒരു പടിയിലല്ല, എല്ലാവരും വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് പകല് കർണാടകത്തിൻ്റെ വെളിയിൽ നിന്ന്, ഞാൻ അത്രയും മാത്രം പറയാം, കർണാടകത്തിൻ്റെ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു പെൻഡക്കോസ്റ്റൽ ഫാമിലി വന്നിരുന്നു. ഒരു ദുർഭൂതം അവരെ ബാധിച്ചിരുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ ഇന്നത് വിട്ടുപോയി. പക്ഷെ ദുർഭൂതം വിട്ടുപോകുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചില കാര്യങ്ങൾ ഇടപെട്ടു. ഞാൻ അവരോട് ഇത്രയും മാത്രം ചോദിച്ചു, നിങ്ങൾ ആഭരണം ഉപയോഗിക്കുന്നില്ല, കാരണം എന്താ? എന്നെ പറഞ്ഞു, അത് വേണ്ട എന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിയതാണ്. എന്നുവെച്ചാൽ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ സ്വന്തം തീരുമാനമാണ്. സ്വന്തം തീരുമാനമാണ്. ആ വ്യക്തിയിലാണ് ഞാൻ ഭൂതത്തെ കണ്ടത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം ചുമ്മാ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ആളിനത് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ഇതാരുത്. ഞാൻ ആരോടും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വേണമെന്ന് പറയാറില്ല. ബേസിക് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിലെ പ്രവണത അങ്ങ് കുറഞ്ഞു. ഈ പിശാചും സീസണില്ല, ഓരോ സീസണിൽ ഓരോന്നുണ്ടാകും. അതിനെയാണ് വിളിക്കുന്നത് കാലഗതിക്കനുസരിച്ച് ഓരോ കാലങ്ങളിൽ ഓരോന്നുണ്ടാകും. ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് സഹോദരിമാർ പ്രത്യേകിച്ചും ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് തീരെ ഇറക്കമില്ലായിരുന്നു. അത് പട്ടണത്തിൻ്റെ ഫാഷനാണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. തീരെ ഇറക്കമില്ല. ഇന്നത് മാറി, ഇന്ന് ആ സീസൺ മാറി. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബ്ലൗസിന് തുണി എടുക്കുമ്പോൾ ഒരു 15 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുക്കണം. ദോഷമൊന്നും വരാനില്ല. 15 സെൻറ്റിമീറ്ററിൻ്റെ കാശ് കുറവാണെങ്കിൽ ഞാൻ തരാം. പക്ഷെ നിങ്ങൾ യോഗ്യമായി വസ്ത്രം ധരിച്ചു വരണം. നിങ്ങളുടെ നഗ്നത മറ്റൊരാളിനെ കാണിക്കാനുള്ളതല്ല.
ഇത് നമ്മുടെ ചർച്ചിനകത്ത് ഞാൻ പറഞ്ഞത്, അന്ന് പൊതുലോകത്തോടല്ല. കാര്യം പൊതുലോകത്തിൻ്റെ സ്റ്റാൻഡേർഡിലല്ല നമ്മുടെ ചർച്ച്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇത് വേറൊരു ലെവലാണ്. നമ്മുടെ ലെവലിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നതിൻ്റെ ആവശ്യമില്ല. കാര്യം ഇന്ന് ദൈവത്തിൻ്റെ കരുണയാൽ ആ സീസൺ മാറി. ഇന്നത്തെ കാലത്തിനൊത്തവണ്ണം വേറെ ആയിരിക്കും ഫാഷൻ. നിങ്ങളുടെ അവയവങ്ങളിൽ പിശാചിന് അവസരം കൊടുക്കരുത്. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഇവൻ പണ്ട് വാണിരുന്ന പുള്ളിയാണ്. ഇന്ന് മോഹങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങളിൽ വാഴരുത്. കഴിഞ്ഞ ഒരു ദിവസം എനിക്കൊന്ന് ഞാനും ശരത്ത് ബ്രദറും കൂടെയാണ് യാത്ര ചെയ്യുമ്പോൾ വാച്ചിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. എൻ്റെ മർത്യശരീരത്തിൽ മറ്റവൻ വാഴണ്ട. എൻ്റെ മർത്യശരീരത്തിൽ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ നടക്കരുത്. എൻ്റെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. എൻ്റെ അവയവങ്ങളുടെ സൂക്ഷിപ്പ് ഞാൻ കരുതിയേ മതിയാകൂ എൻ്റെ രക്ഷയിൽ വളരുവാൻ. ആകയാൽ പാപം ഒരു പ്രാവശ്യം കൂടെ റോമാലേഖനം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. എൻ്റെ അവയവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നാക്ക്, കണ്ണ്, മൂക്ക്, ചെവി, ഇതൊന്നും പാപത്തിനു വേണ്ടി സമർപ്പിക്കരുത്. കാര്യം ഞാൻ രക്ഷയിൽ വളർന്നുകൊണ്ടിരിക്കണം. വിശ്വാസത്താൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതാണ്. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യം. യേശുവിൻ്റെ ഭാഷയിൽ, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിസ്താരവും അതിലെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളതും അത് കണ്ടെത്തുന്നവർ ചുരുക്കവുമത്രേ. ദൈവിക സത്യത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിൽക്കുന്ന ആ വാതിലിലൂടെ കടക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഉപയോഗിക്കാത്തൊരു വാക്യമാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ഇവിടം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ് 10-ാമത്തെ വാക്യം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ ദൈവം എനിക്ക് വേണ്ടി ഒന്ന് മുന്നൊരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ എനിക്കൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കൊരു സ്ഥലം തന്നിട്ടുണ്ട്, ക്രിസ്തുവിൽ എനിക്ക് അവകാശം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്തു വരേണ്ടതിന് ഈ ഭൂമിയിൽ ചില സൽപ്രവൃത്തികളും ദൈവം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സഭായോഗങ്ങളെ അലക്ഷ്യമായി കരുതരുത്. തോന്നിയപ്പോൾ വരാമെന്നും തോന്നിയതുപോലെ ഇരിക്കാമെന്നും തോന്നരുത്. നിങ്ങളുടെ സഭായോഗങ്ങളെ അലക്ഷ്യമായി വിചാരിക്കരുത്. അത് ഗൗരവമായി കരുതേണ്ടതാണ്. നന്മ ചെയ്യുന്നതിലും കൂട്ടായ്മ ആചരിക്കുന്നതിലും മറക്കരുത്. കൂട്ടായ്മയ്ക്ക് ഒക്കുമ്പോൾ പോകണമെന്നല്ല, പോയേ മതിയാകൂ. നന്മ ചെയ്യുന്നതിലും കൂട്ടായ്മ ആചരിക്കുന്നതിലും മറക്കരുത്. നിങ്ങളത് വന്നേ മതിയാകൂ, ഇരുന്നേ മതിയാകൂ. ഈ കൊറോണ സീസണിൽ ആളുകൾക്ക് ചർച്ചിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. കാര്യം ഭയങ്കര പേടിയാണ് കൊറോണ പരക്കുമെന്ന്. അന്ന് 2-3 കല്യാണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട്, ഒരാൾ മാത്രം വന്നാൽ മതിയോ? പെണ്ണിന് ഭയങ്കര പേടിയാണ് സഭായോഗത്തിന് പോകാൻ. വലിയ പകരുമോ? കല്യാണത്തിന് പെണ്ണ് നിനക്കൊന്ന് ആബ്സെൻ്റ് ആകാമോ? വേണ്ടിടത്ത് വേണമെന്നും അല്ലാത്തിടത്ത് ഒക്കുമെന്നും ഒരു ധാരണയുണ്ടെങ്കിൽ അത് അലക്ഷ്യമായി കരുതുക. അരുത്, അരുത്, അരുത്. നാം ചെയ്തു പോരേണ്ടതിന് കർത്താവ് നേരത്തെ മുന്നൊരുക്കിയിരിക്കുന്ന പലതും നമുക്ക് വേണ്ടിയുണ്ട്. നാം അത് ചെയ്തേ മതിയാകും. റോമർ 10:9 മുതൽ 11 വരെ, യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞാൻ ഹൃദയം കൊണ്ട് യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. വിശ്വാസത്താലാണ് നമ്മൾ ദൈവകൃപയിലേക്ക് വരുന്നത്. പ്രവൃത്തികൾ കാരണമല്ല, വിശ്വാസത്താലാണ്. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം ലഭിച്ചു. ആ അധികാരം ഉണ്ടെങ്കിൽ അടുത്ത പടി എന്തുവാ? നാം ചെയ്യേണ്ടതിന് വേണ്ടി ചില സൽപ്രവൃത്തികളെ ദൈവം നിയമിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യേണ്ടതിന് വേണ്ടി ചില സൽപ്രവൃത്തികളെ ദൈവം എനിക്കായി നിയമിച്ചിട്ടുണ്ട്. ഞാനത് ചെയ്തേ മതിയാകും. അത് എന്തൊക്കെയാണ്? നമ്പർ 1, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. പൊതു ക്രൂസൈഡുകളിലും വൻകിട കൺവെൻഷനുകളിലും
രക്ഷാവാചകങ്ങൾ പ്രസംഗിക്കുന്നയാൾ ചൊല്ലിക്കൊടുക്കുന്നതും ജനം കൂട്ടമായി ഏറ്റു ചൊല്ലുന്നതും പതിവായിരുന്നു. എന്തിനാണ്? സ്വന്തം വാഗൊണ്ട് ഏറ്റു പറയണം. എനിക്ക് ഇന്നലെയും ഒരു വിവാഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പോകേണ്ടതായി വന്നു. ആ വിവാഹ ശുശ്രൂഷയിൽ എല്ലാവരുടെ മുന്നേ വെച്ച് ഞാൻ ആ വിവാഹിതനാകുന്ന വരനോട് അല്ലെങ്കിൽ ആ മണവാളനോട് ചോദിച്ചു, നിൻ്റെ അരികത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടിയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ സ്വമനസാലെ തീരുമാനിച്ചതാണോ? ആണെന്ന് എനിക്കറിയാം. അവനാ എന്നെ വിവാഹത്തിന് വന്ന് വിളിച്ചത്. പിന്നെ എന്തിനാണ് ഞാൻ ചോദിച്ചത്? അവൻ്റെ വാഗൊണ്ട് പരസ്യമായി ഏറ്റുപറയുന്നത് ഒരു തത്വമാണ്. ഏറ്റുപറഞ്ഞേ പറ്റൂ. സ്നാനപ്പെടാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ആളിനോട് നീ യേശുവിനെ വിശ്വസിക്കുന്നുവെന്ന് ചോദിക്കും. വിശ്വസിക്കുന്നത് എനിക്കറിയാം. എൻ്റെ അടുക്കൽ നിർബന്ധമായി വന്ന് സ്നാനപ്പെടണം, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു പറഞ്ഞവനെയാണ് വെള്ളത്തിലിറക്കുന്നത്. ആ വെള്ളവും കൂടെ സാക്ഷിയായി അദ്ദേഹത്തിൻ്റെ വാഗൊണ്ട് ഏറ്റുപറഞ്ഞേ മതിയാകും. യേശുവിനെ രക്ഷിതമായി അംഗീകരിക്കുന്നവൻ ഹൃദയത്തിൽ നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി യേശുവിനെ കർത്താവ് ഒന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടു എന്നല്ല, രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. മർക്കോസിൻ്റെ സുവിശേഷം 16:16 വരുമ്പോൾ അടുത്ത പടി കാണാം. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ചിന്തിച്ചത്? നമ്മുടെ നീതിപ്രവർത്തികളല്ല, വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവബദൽ അനുസരിക്കേണ്ടതിന് വേണ്ടി ദൈവം മുൻ നിയമിച്ച ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്നാമത് വിശ്വസിക്കുക, രണ്ടാമത് വാഗൊണ്ട് ഏറ്റുപറയുക. മർക്കോസിൻ്റെ സുവിശേഷം 16:16 യേശു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. ഇവിടെ ചിലർ പറയാറുണ്ട് വിശ്വസിച്ചാൽ മാത്രം മതി, സ്നാനപ്പെടണമെന്നില്ലെന്ന്. എൻ്റെ പിന്നെ താങ്കൾ പോയി ദൈവത്തെ കറക്റ്റ് ചെയ്യും. ഞാൻ ദൈവത്തെ കറക്റ്റ് ചെയ്യാൻ ആരാ? ദൈവത്തെ കറക്റ്റ് ചെയ്യാൻ എന്നെ ആരും ഓതറൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നെങ്കിൽ ചെയ്യ്, ബട്ട് ഐ ഡോണ്ട് എഗ്രി. ദൈവം പറഞ്ഞതാണ് സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു പറഞ്ഞ വാചകമാണിത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇവിടെ ഒരു ചെറിയ ക്ലോസ് ഉണ്ട്. സ്പെഷ്യലി ബൈബിൾ സ്കൂൾ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്നവരും മറ്റും മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ നീണ്ട ഒരു ഭാഗം ഒരു ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗമെല്ലാം ആ ബ്രാക്കറ്റിനകത്താണ് വരുന്നത്. വേദപുസ്തകത്തിൽ അവരവരുടെ ബൈബിൾ തുറന്ന് ദയവായി വായിച്ചാൽ ഈ ഭാഗങ്ങളെല്ലാം ഒരു ബ്രാക്കറ്റിലാണ് വരുന്നത്. വൈ? അവർ പറയുന്നത് ഒറിജിനൽ സ്ക്രിപ്റ്റിൽ അത് കണ്ടില്ല. പിന്നെന്തിനാ നിങ്ങൾ ചേർത്തേ? ഒറിജിനൽ സ്ക്രിപ്റ്റിൽ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ചേർത്തത്? അതുകൊണ്ട് എക്സ്പ്ലനേഷൻ തെറ്റാ. ചില കൃതികളിൽ കണ്ടില്ലെങ്കിലും പൊതു യാഥാർത്ഥ്യം ഇതായതിനാൽ ചില കൃതികളിൽ കണ്ടില്ല എങ്കിലും ഇത് ഒഴിച്ചു മാറ്റുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ പ്രമാണം ഇതാണ് എന്ന് എടുത്തു കാണിക്കേണ്ടതിനാണ് അതൊരു ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ ബ്രാക്കറ്റിലുണ്ട്. ദൈവം എന്നുള്ളതിന് പോലും ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പോലും ബ്രാക്കറ്റിലിട്ടിട്ടുണ്ട്. നിനക്ക് തോന്നി അതുകൊണ്ട് ദൈവമല്ലെന്ന് ബൈബിൾ പറയുന്നതാണ്. നോ, അതൊരു പൈശാചികമായ ആർഗ്യുമെൻ്റാണ്. അവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടെന്നുള്ളത് കൊണ്ട് അതിന് ഒരു കുറവുമില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വാഗൊണ്ട് ഏറ്റുപറയുക, വെള്ളത്തിൽ സ്നാനമേൽക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു, അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. 1 വിശ്വാസം, 2 ഏറ്റുപറച്ചിൽ, 3 സ്നാനം, 4 വേർപാട്. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ യേശുക്രിസ്തുവും തിരുവചനവും പറഞ്ഞ രക്ഷയുടെ കണ്ടീഷൻ ഏറെക്കുറെ പൂർത്തിയാകും. പക്ഷേ എനിക്കൊരു ഉപകാരം ശരത്ത് എൻ്റെ ബാഗ് റൂമിനകത്തുണ്ട്. കാര്യം സ്നാനം എടുക്കാൻ പോകുന്ന ക്ലാസ് അതിനകത്ത് ഇരിക്കുന്നതേ ഉള്ളൂ. ദയവായി ബാഗ് ഒന്ന് എടുത്തുകൊണ്ട് വന്നാൽ മതി. കമ്പ്യൂട്ടർ ഇടുന്ന ബാഗ്. യേശുക്രിസ്തുവിലല്ലാതെ രക്ഷയില്ല. പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. വിശ്വാസത്താൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ. എന്നാൽ വിശ്വസിക്കുന്നവൻ ചെയ്യേണ്ടതിന് ദൈവം ചില പ്രവൃത്തികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നാം ചെയ്തു വരേണ്ടതിന് ദൈവം അവയെ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നു. അത് ചെയ്തേ മതിയാകും. മാത്രവുമല്ല, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നു. എനിക്കൊരു പ്രവൃത്തിയുമില്ല, വിശ്വാസം മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞാൽ ബൈബിൾ ചോദിക്കുന്നൊരു ചോദ്യം, എടാ പിശാചിന് നിന്നേക്കാൾ വിശ്വാസമുണ്ടല്ലോ. പിശാചിന് നിന്നേക്കാൾ വിശ്വാസമുണ്ട്. അതാണ് ബൈബിൾ തന്നിരിക്കുന്ന എക്സാമ്പിൾ. അതിൻ്റെ അർത്ഥം പിശാച് രക്ഷിക്കപ്പെടുമെന്നാണ്? ഒരിക്കലുമല്ല. വിശ്വാസവും
അതിൻ്റെ കൂടെ പ്രവൃത്തിയും ഒരുമിച്ച് നടന്നേ മതിയാകുള്ളൂ. ആ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? നമ്പർ 1, വിശ്വസിച്ച ശേഷം ഏറ്റുപറയുക. 2, ഏറ്റുപറഞ്ഞ വ്യക്തി സ്നാനപ്പെടുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, വേർപെടുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് ഞാൻ ഇവിടെ ഊന്നി പറയാഞ്ഞതിൻ്റെ കാരണം, അത് ദൈവം തരേണ്ടതാണ്, നമ്മളെ കൊണ്ടൊക്കത്തില്ല. നമ്മൾ ചെയ്യാൻ വേണ്ടി ദൈവം ആക്കിയിരിക്കുന്ന പ്രവർത്തികൾ മാത്രമാണ് ഞാൻ തൊട്ടത്. അത് രക്ഷ, സ്നാനം, ഏറ്റുപറച്ചിൽ, സ്നാനം, വേർപാട് എന്നിവയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ, അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി വിടുക. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പ്രവർത്തികൾ നാം ചെയ്തിരിക്കണം. ഇതുമാത്രമേ നമ്മെ രക്ഷയിൽ വളർത്തത്തുള്ളൂ. നാം രക്ഷിക്കപ്പെട്ട ശിശുക്കളായി വരുന്നാൽ മാത്രം പോരാ, നാം വളർന്നേ മതിയാകും. മക്കൾക്ക് തന്നെ പല സ്റ്റാറ്റസ് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. 1, പ്രിയ മക്കൾ എന്നതുപോലെ കർത്താവിനെ അനുസരിക്കുക. മക്കളും പ്രിയ മക്കളും എന്നുള്ള വ്യത്യാസം ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവം പറഞ്ഞതൊക്കെയും അനുസരിക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ. ദൈവത്തോട് അടുത്തിരിക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ കർത്താവിനെ അനുസരിക്കുക. 2, ശിശുവായിരിക്കുന്നിടത്തോളം കുടുംബത്തിൻ്റെ മേൽ അധികാരമില്ല. ഒരു ശിശു ഒരു വീട്ടിലെ അംഗമാണെങ്കിലും ആ വീട്ടിലെ ഒരധികാരവും നടത്താൻ ഒരു ശിശുവിനെ കൊണ്ടൊക്കത്തില്ല. നമ്മുടെ വളർച്ചയുടെ പ്രായത്തിൽ മാത്രമേ അവ ഒക്കത്തുള്ളൂ. എനിക്കാഗ്രഹമുണ്ട് ഈ ബാംഗ്ലൂർ പട്ടണം മുഴുവനും എൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെടണമെന്ന്. നടക്കുന്നില്ല കഷ്ടകാലത്തിന്. എൻ്റെ വീട്ടിൽ ജനിച്ച എൻ്റെ മക്കളും കൊച്ചുമക്കളും വീടിൻ്റെ അവകാശികളാണ്. പക്ഷേ അവരവരുടെ പ്രായത്തിനൊത്തവണ്ണം മാത്രമേ ഓരോന്നവരെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കൊച്ചുമക്കളുടെ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടുന്ന പണവും എനിക്കുള്ള വസ്തുക്കളും കുടുംബത്തിൻ്റെ വകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് അത് എങ്ങനെ വേണേലും എടുക്കാം, മക്കൾക്ക് എങ്ങനെ വേണേലും എടുക്കാം, മരുമക്കൾക്ക് എങ്ങനെ വേണേലും എടുക്കാം. അതപ്പോൾ കൊച്ചുമക്കളുടെ കാര്യം ചോദിക്കാനുമില്ലല്ലോ. പക്ഷേ ഞങ്ങൾ 1 രൂപ കുഞ്ഞിലെ ആരുടെയും കൈ കൊടുക്കുകയില്ലായിരുന്നു. കാര്യം 1 രൂപ എടുത്തവൻ വിഴുങ്ങിക്കളഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുകൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് ഇവൻ അറിയാൻ വയ്യ. കൊച്ചു കുഞ്ഞാ, വിഴുങ്ങിക്കളഞ്ഞാൽ എന്ത് ചെയ്യും? കൊടുക്കത്തില്ല. അവകാശമില്ലാഞ്ഞിട്ടല്ല. ഒരു 10 രൂപയുടെ നോട്ട് അവൻ്റെ കയ്യിൽ വിശ്വസിച്ച് കൊടുക്കത്തില്ല. കാര്യം ഇവൻ ഇതുകൊണ്ട് എന്നെ കാണിക്കുന്നതെന്ന് ആർക്കറിയാം? കളഞ്ഞേച്ചു വന്നാൽ എന്ത് ചെയ്യും? പലപ്പോഴും പല കുഞ്ഞുങ്ങൾക്കും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പനെയും അമ്മയും കാങ്ക മാത്രമേ ഗിഫ്റ്റ് കൊടുക്കത്തുള്ളൂ, കൊടുത്ത ചെറിയ അമ്മയുടെ കൊടുത്തേക്കണമെന്ന് പറയും. കാര്യം ഇവൻ്റെ ഗിഫ്റ്റ് കൊടുക്കുകയും വേണം, കൊച്ചു വഴി കളയാതെ നോക്കുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ ശിശുവായിരിക്കുമ്പോൾ എനിക്ക് വീടിൻ്റെ മേൽ അവകാശം ഉണ്ടെങ്കിലും അധികാരമില്ല. പ്രായത്തിലെത്തിക്കഴിയുമ്പോൾ എനിക്കെൻ്റെ അധികാരമുണ്ട്. ആദ്യജാതന്മാർക്ക് ഇരട്ടി അധികാരമുണ്ട്. എല്ലാം മക്കളാണ്, വ്യത്യസ്ത ലെവലിൽ. എനിക്ക് ആശയമുണ്ട് വൻകാര്യങ്ങൾ ചെയ്യണമെന്ന്. പക്ഷെ ദൈവത്തിന് എന്നെ അത്രയും കൃപാവരം ഏൽപ്പിക്കത്തക്ക വളർച്ച എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഞാനിവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഭയങ്കര സന്തോഷത്തോടെ പറയാം. ഇന്ന് വൈകിട്ട് ഒരു സഹോദരൻ, അതിരിപ്പുണ്ട ബ്രദർ, ഒരു സഹോദരൻ്റെ അടുക്ക വന്ന് പറഞ്ഞൊരു വാചകമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരാത്മ അനുഭവമുണ്ടായി. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൻ്റെ ശക്തി ക്ഷയിച്ചു. എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ എടുക്കപ്പെട്ടു. ഒരു ടണലിലോട്ട് കയറുന്നതായി, ഒരു വലിയ ഗുഹയിലേക്ക് കയറുന്നതായി ഫീൽ ചെയ്തു. ആ ഗുഹയുടെ മറുവശത്ത് എന്നെ കൊണ്ട് നിർത്തി. ആ സഹോദരനകത്ത് ഇപ്പം ഇരിപ്പുണ്ട്. ആ ഗുഹയുടെ മറുവശത്ത് എന്നെ കൊണ്ട് നിർത്തി. പ്രകാശമയമായൊരു അന്തരീക്ഷം, ഭയങ്കര പ്രകാശമാണ്. അവിടെ കാണുന്നതെല്ലാം ഒന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്നോടൊരു വാചകം പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. ഇനി കഴിഞ്ഞ നാളുകളിലെ പോലെ ഇരിക്കരുത്, 1000 പേരെ കർത്താവിന് വേണ്ടി നേടണം. 1000 പേരെ കർത്താവിന് വേണ്ടി നേടണം. തിരിച്ചതേ ഗുഹയ്ക്കകത്ത് കയറ്റി ഇഞ്ഞപ്പുറത്തിറക്കി. പക്ഷെ ഒരു ഇൻസ്ട്രക്ഷനുമായി, ഒരു കൽപ്പനയുമായിട്ടാണ് വന്നത്. എന്നോട് പറഞ്ഞ രാത്രിയും പകലും നോക്കാറില്ല, സമയവും ക്ഷീണവും നോക്കാറില്ല, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ലെവലിൽ വളർന്നതോടെ കർത്താവ് അടുത്ത സ്റ്റാറ്റസിലേക്ക് കളത്തി. ഇന്ന് പകൽ കിളരുവാൻ, ദൈവിക സ്റ്റാറ്റസിൽ വളരുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി സ്തോത്രം. യേശുക്രിസ്തു അല്ലാതെ രക്ഷയ്ക്ക് വരെ മാർഗമില്ല എന്നത് ഞാൻ ഓൾറെഡി എടുത്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ടവർ ഒരു നാമവുമില്ല എന്ന വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എടുത്തു. രക്ഷ ഒരു വ്യക്തിയിൽ ഉൾപ്പെടുന്നതാണ്. രക്ഷ ഒരു വ്യക്തിയിലൂടെ നടക്കുന്നതാണ്.
പാപമില്ലാത്ത യേശുവിൻ്റെ പുണ്യാഹരക്തമാണ് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചത്. അതല്ലാതെ വേറൊന്നില്ല. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ല, രക്ഷിക്കപ്പെടാൻ ഒക്കത്തില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എല്ലാവരും മരണത്തിന് അധീനരാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ആരെയും രക്ഷിക്കുവാൻ കർത്താവിന് തിരിഹിതമാണ്. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവ് പുത്രനെ നൽകി. അവനിൽ വിശ്വസിക്കുന്നവന് ദൈവമക്കളാകാൻ അധികാരവും കൊടുത്തു. ആ ദൈവമക്കളാകണമെങ്കിൽ ചെയ്തു വരേണ്ടതിന് വേണ്ടി ദൈവം മുൻ നിയമിച്ച ചില പ്രവൃത്തികൾ ഈ മണ്ണിലുണ്ട്. അത് വെറും പ്രവൃത്തിയല്ല, അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്നോട് രണ്ടൊരാൾ പറഞ്ഞു സ്നാനപ്പെടണമെന്ന്. ഞാൻ പോയി വെള്ളത്തിൽ മുങ്ങി. മോനെ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവവചനം ഇടപെട്ട വിശ്വാസത്തിൻ്റെ നടുവിൽ ഞാൻ സമർപ്പിച്ചാൽ അതിനകത്ത് ഭയങ്കര അർത്ഥമോ. അങ്ങനെയൊക്കെ ദൈവസന്നിധിയിൽ എടുക്കുന്ന പ്രവൃത്തികൾക്ക് ഭയങ്കര വിലയുമാണ്, ഭയങ്കര ആഴമുണ്ട പ്രവൃത്തികൾക്ക്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ 2-3 പ്രാവശ്യം കൂടെ പറയും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരാൾ എന്നെ കളിയാക്കിയാൽ എനിക്കതൊരു പ്രയാസമേ അല്ല. അവർ കളിയാക്കും. ഞാൻ യേശുവിൻ്റെ വകയാണെങ്കിൽ ലോകത്തിന് എന്നെ പിടിക്കത്തില്ല, കളിയാക്കും. അതിന് സംശയിക്കാനൊന്നുമില്ല. കാര്യം 12-ാമത്തെ വയസ്സിൽ, 11 വയസ്സ് കഴിഞ്ഞ് 12-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടേച്ച് നാട്ടിൽ കൂടെ നടക്കുമ്പോൾ നാളുകൾ പൂഴി വാരി എൻ്റെ തലയെ കൂടി എറിയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. വഴിയറമ്പിൽ നിന്ന് മരങ്ങളുടെ കമ്പൊടിച്ച് എൻ്റെ മേളിൽ പിടിച്ചു പോയിന്നും വിളിച്ച് എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനേക്കാൾ കൂടുതൽ എന്നെ കളിയാക്കാനാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടാറില്ല. ആ ഒരു ട്രെയിനിങ് ഇന്നത്തെ ദൈവസഭയെ കൊണ്ടുപോകാൻ ആവശ്യമാണെന്ന് സ്വർഗത്തിന് അന്നേ തോന്നിയത് കൊണ്ട് ആ ട്രെയിനിങ് തന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. പണ്ടൊരിക്കലും ഒരാളെന്നോട് പറഞ്ഞു, നിൻ്റെ തൊലി കട്ടിയാ. ഞാൻ പറഞ്ഞു, പോത്തുപോലെ. നീയൊന്നും പറഞ്ഞാൽ ഒന്നും ഏക്കുകയില്ല, പോത്തുപോലെ. പക്ഷേ ഈ തൊലിക്കട്ടി ഉണ്ടെങ്കിലും നിൻ്റെ നടുവിൽ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റും. ദൈവത്തിന് ചിലരെ വേണം. അപ്പോസ്തലന്മാരുടെ കാലത്ത് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. മോശയുടെ കാലത്ത് ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. ഇന്നത്തെ തലമുറയിൽ വീണ്ടും ക്രിസ്തുവിൻ്റെ നിന്ന ഏൽക്കുവാൻ ചിലരെ ദൈവത്തിന് വേണം. കാര്യം അവർക്കൊരു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് അതിന് ദൈവത്തിന് ആൾ വേണം. അവസരം തരുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ട ജഗത്തന്മാരെല്ലാം വട്ടം കാണും, നിന്ദിക്കാൻ അവരാളുകളെ ഒരുക്കും. പക്ഷേ കർത്താവിന് വേണ്ടി സഹിച്ചു നിൽക്കുവാൻ കൃപ ലഭിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ രക്ഷ എന്ന വിഷയം ഇവിടോട്ട് നിർത്തിയേച്ച് അടുത്തത് സ്നാനം എന്ന വിഷയത്തിലേക്ക് പതുക്കെ കയറാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും 1-2 വാചകങ്ങളിൽ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ദയവായി ചോദിക്കാം. ഇതൊരു ക്ലാസ് ആയതുകൊണ്ട് സാധാരണ നമ്മൾ എടുക്കാത്തതാണ്. രക്ഷയെ കുറിക്കുന്ന ഏതെങ്കിലും ഒരാശയം ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സംശയം ചോദിക്കാനുണ്ടെങ്കിൽ 1-2 മിനിറ്റുകൾ ഞാൻ സംശയത്തിന് വേണ്ടി വിടട്ടെ. ഉണ്ടെങ്കിൽ ദയവായി എഴുന്നേറ്റാലും. ഇത്രയും ആളുകൾ ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും എനിക്ക് മനസ്സിലായി പാസ്റ്റർ. ഇരുന്നിട്ട് ഞാൻ മൈക്കിൽ കൂടെ അതൊന്ന് ആവർത്തിക്കാം. ഏതോ ഒരു സാഹചര്യത്തിൽ വലിയ വിശ്വാസം ഇല്ലാതെ അങ്ങ് സ്നാനപ്പെട്ടു. പിന്നത്തേതിൽ വിശ്വാസം വന്നു. സ്നാനം ആവർത്തിക്കപ്പെടാമോ? സ്ട്രിക്റ്റായ മറുപടിയും പറയാം, പ്രായോഗികമായ മറുപടിയും പറയാം. ചിലരെ കേസിൽ അവരുടെ വിശ്വാസം അപൂർണമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ റീബാപ്റ്റിസം എടുത്തേ പറ്റൂ. ഒരു പ്രാവശ്യം ശരിയായ സ്നാനം വേണം. അതുവരെ എന്തൊക്കെ കർമ്മങ്ങൾ നടന്നാലും അത് സ്നാനമല്ല. ശരിയായ സ്നാനം ഒരു പ്രാവശ്യം വേണം. പക്ഷേ എൻ്റെ വിശ്വാസം പിന്നത്തേതിലൊന്ന് തണുത്തു, വീണ്ടും വിശ്വാസം മടങ്ങി വന്നാൽ ഒന്നുകൂടെ സ്നാനപ്പെടണോ? നോ. ഇതാ ഞാൻ പറഞ്ഞതിന് 2 ആൻസറുണ്ട്. ശരിയായ വിശ്വാസത്തിലും അറിവിലുമാണ് ഞാൻ സ്നാനപ്പെട്ടത്. കാലത്തിൻ്റെ പോക്കിൽ എൻ്റെ വിശ്വാസം ക്ഷയിച്ചുപോയി, കുറഞ്ഞുപോയി. വീണ്ടും വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ഒന്നുകൂടെ സ്നാനപ്പെടണോ? നോ, ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി പ്രാവശ്യം ഒരാളെ സ്നാനപ്പെടുത്തേണ്ടി വരും. ഉപദേശിമാർക്ക് വേറെ ഒരു പണിയില്ലാതാവും, വേറെ പഠിക്കുമ്പോൾ ഒക്കാതെ വരും. മറുവശം, ഞാൻ വീണ്ടും ഈ പൊതുസ്ഥലത്ത് നിൽക്കുകയാണ്. പൊതുസ്ഥലത്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു പ്രാവശ്യം സ്നാനപ്പെടുന്നത് ശുദ്ധവിശ്വാസത്തിൽ നിന്ന് തന്നെ വേണം.
അതിന് 2-3 കണ്ടീഷനുണ്ട്. സ്നാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എടുക്കും. ഇപ്പം സ്നാനം തൊടാൻ പോവാം. ആ വിശ്വാസം ഇല്ലാതെയാണ് സ്നാനപ്പെട്ടതെങ്കിൽ റീബാപ്റ്റിസം എടുത്തേ പറ്റൂ. അതുകൊണ്ടാണല്ലോ ശിശുസ്നാനത്തിന് ഞങ്ങൾ അംഗീകരിക്കാത്തത്. വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് പോലും കംപ്ലീറ്റ്ലി വെള്ളത്തിൽ മുങ്ങിയില്ലെന്ന് തോന്നിയാൽ വീണ്ടും ആളിനെ മുക്കിയേച്ചേ കരയ്ക്ക് കയറ്റത്തുള്ളൂ. അത് 2 പ്രാവശ്യം സ്നാനപ്പെടുത്തിയതല്ല, ഒറ്റ പ്രാവശ്യമേ സ്നാനപ്പെടുത്തിയുള്ളൂ. മറ്റേ സ്നാനത്തിന് ശ്രമിച്ചിട്ട് ഒക്കാതെ പോയതാണ്. മറ്റേത് സ്നാനമായില്ല, നടന്നില്ല. അതുകൊണ്ടാണ്. ആ ഒരു ചോദ്യമേ ഉള്ളൂ. അതിൻ്റെ ആൻസർ ഞാൻ തന്നു കഴിഞ്ഞു. പക്ഷേ സ്നാനത്തിൻ്റെ സമയം വരുമ്പോൾ ഒന്നുകൂടെ എടുക്കാം. ഓക്കെ അങ്ങളെ ഒരു ചോദ്യം. ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു യേശുവിൽ നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നു പറയുന്നു. ആ രക്ഷ ഏത് രക്ഷയെക്കുറിച്ചാണ്? ജഡത്തിൻ്റെ രക്ഷയാണോ? ഏതിനെക്കുറിച്ചാണ് പൗലോസ്? അതെ ബ്രദറെ, അവിടം വരെ നമ്മൾ ഇന്ന് പോകാൻ എനിക്ക് ഒക്കത്തില്ല. കാരണം 2 മണിക്കൂർ കൊണ്ട് തീരുകയുള്ളത്. എനിക്ക് 2ാമത്തെ സബ്ജക്റ്റ് തൊടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് രക്ഷയുടെ ഒരു പ്രിലിമിനറി ലെസണിലാണ് ഞാൻ നിന്നത്. ബ്രദർ ചോദിച്ചത് കൊണ്ട് നിശ്ചയമായി മറുപടി പറയാം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ ഇപ്പോൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. മുമ്പേ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ പറഞ്ഞു പ്രാപിച്ചു എന്നെങ്ങുമില്ല, രക്ഷ പ്രാപിക്കും. വിശ്വസിച്ചവരോട് വീണ്ടും പൗലോസ് പറയുകയാണ്, നാം വിശ്വസിച്ച സമയത്തേക്കാൾ ഇപ്പോൾ രക്ഷ നമുക്ക് ഏറ്റവും അധികം അടുത്തിരിക്കുന്നു. അന്നേരത്തും കയറിയിട്ടില്ല. ആ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷ, അത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം കൊണ്ട് നമ്മുടെ ശാപം പോയി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ വിയർപ്പ് മാറിയോ? സ്ത്രീകളുടെ പ്രസവവേദന മാറിയോ? ഇതെല്ലാം ശാപത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് ബൈബിൾ പറയുന്നത്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുന്നത് വരെ അത് മാറത്തില്ല. ഇന്ന് നാം രക്ഷിക്കപ്പെട്ടത് ആത്മാവിലാണ്. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. എൻ്റെ ആത്മാവിൻ്റെ മേൽ വേറൊരു ശക്തിക്ക് അധികാരമില്ല. പൈശാചിക ശക്തികൾ ഇന്നും ഭരിക്കുന്ന ചില ആളുകൾ ഈ ഇരിക്കുന്ന ഈ ഗ്രൂപ്പിനകത്ത് ഇന്ന്, ഞാൻ ചുമ്മാ എന്തെങ്കിലും ഒന്ന് പറയല്ല, ഈ ഇരിക്കുന്ന ഈ ഗ്രൂപ്പിനകത്ത് ഇന്ന് പൈശാചിക ശക്തികളാൽ ഭരിക്കപ്പെടുന്ന വ്യക്തികളുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, ദയവായിട്ട് ഈ ക്ലാസ്സിനിരിക്കുക, നിങ്ങൾ യേശുവിനെ അംഗീകരിക്കുക, മറ്റേ ശക്തി മാറും. യേശു ഹൃദയത്തിൽ വരാത്തിടത്തോളം മറ്റേതിരിക്കും. ഈ തമ്മിത്തല്ലും കസേറയ്ക്ക് പിടിയും കളിയും ഒക്കെ രക്ഷിക്കപ്പെട്ടതാണെന്ന് കണ്ട. ഇതിൻ്റെ എല്ലാം അന്ത്യത്തിൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം നടക്കും. അന്നു മാത്രമേ ഈ ശാപലക്ഷണങ്ങൾ ശരീരത്തിൽ നിന്ന് മാറത്തുള്ളൂ. അതുവരെയും ആത്മാവിൽ നമ്മൾ രക്ഷപ്പെട്ടു. ശരീരത്തിൽ നിന്ന് ഇത് മാറണമെങ്കിൽ ആ പുത്രത്വത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കണം. നാം രക്ഷിക്കപ്പെടാൻ ഇരിക്കുകയാണ്. ആ വലിയ രക്ഷ ശരീരത്തിൻ്റെ രക്ഷയാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ച ആത്മാക്കൾ, വിശുദ്ധന്മാരുടെ ആത്മാക്കൾ കൂട്ടമായി ഉയർത്തെഴുന്നേൽക്കുകയും ദൈവം നമുക്ക് തരുന്ന ഈ ശരീരമല്ല, ഒരു പുത്തൻ ശരീരം നാം പ്രാപിക്കുകയും ചെയ്യും. അതിനെയാണ് വെളിപ്പെടുവാനുള്ള രക്ഷ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം പറഞ്ഞു, ഇനി ആ സംഭവം കഴിഞ്ഞാൽ യാതൊരു ശാപവും ഉണ്ടാകയില്ല, അത് ഫലിക്കത്തുമില്ല. ഇന്ന് നമ്മൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുക, ആ അന്തിമ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ താല്പര്യപ്പെടുകയാണ്. ആ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വളരേണ്ടത്. അവിടം വരെ നമ്മൾ എത്തേണ്ടതുണ്ട്. എനിക്കെന്ന ചോദ്യം ചോദിച്ചത് നന്നായി. അതുകൊണ്ട് ആ ഭാഗം കൂടെ ഞാൻ തൊട്ടു വിശദീകരിക്കാൻ സാധിച്ചില്ല. ഞാൻ ഇവിടുന്ന് മാറിക്കോട്ടെ, അതോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? താങ്ക് യു സോ മച്ച്. കാര്യം നമ്മുടെ ചോദിച്ച ചോദ്യമൊക്കെ എക്സലൻ്റ് ആണ്. ഞാൻ ഇനിയും സ്നാനം എന്നുള്ള ആശയത്തിലേക്ക് പോവുക. ഇപ്പോഴ് 8:15 എങ്ങനെയായാലും അരമണിക്കൂറെങ്കിലും ഇല്ല, ഒക്കത്തില്ല. അരമണിക്കൂർ 3/4 മണിക്കൂറോടെയാണ് തീർക്കാം. നോക്കാം. 2 മണിക്കൂറിൻ്റെ ക്ലാസ്സായത്. ഒന്ന് സമ്മറൈസ് ചെയ്യാം. ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ചാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കാര്യം സ്നാനങ്ങൾ പലതുണ്ട്. പലതരം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശത്തെക്കുറിച്ചൊക്കെ ബൈബിൾ തന്നെ പറയുന്നു. ക്രിസ്തീയ സ്നാനം എന്നാൽ എന്ത്, അതിൻ്റെ പ്രത്യേകതകൾ എന്ത്, അതിൻ്റെ ആഴമെന്ത്, ഞാൻ അങ്ങോട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം എന്നതിൻ്റെ അർത്ഥമെന്ത്, വാക്കിൻ്റെ അർത്ഥമെന്ത്. ടെക്നിക്കൽ ഡിക്ഷണറിക്കകത്ത് ആ പദത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന അർത്ഥമല്ല കോമൺ ഡിക്ഷണറിക്കകത്തുള്ളത്. ഈ സംശയം എനിക്ക് ഒത്തിരി വന്ന സാഹചര്യത്തിൽ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലുള്ള ഗ്രീക്ക് ബൈബിളിൽ നിന്ന് ഈ വാക്കിൻ്റെ അർത്ഥം തപ്പിയത് ഓർമ്മയുണ്ട്.
അതിനകത്ത് കൊടുത്തിരുന്ന ഒരർത്ഥം, ഇമേഴ്സ് എ പേഴ്സൺ ഇൻ അക്കോർഡിംഗ് ടു ദ കമാൻഡ്മെൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇമേഴ്സ് എ പേഴ്സൺ അക്കോർഡിംഗ് ടു ദ കമാൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതേ ആശയം തന്നെ ഞാൻ എയറോനറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അവിടുത്തെ ലൈബ്രറിയിലെ പുസ്തകങ്ങളിൽ നിന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന അർത്ഥം വ്യത്യസ്തമാണ്. ടു ഇലക്ട്രോപ്ലേറ്റ്, ടു ബ്രഷ് പെയിൻറ്റ് ഓർ ടു പൗഡർ കോട്ട്, ഇതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം. ടെക്നിക്കൽ യൂസേജിൽ പുറമേ ഉള്ളത് കാണാതെ പെയിൻ്റ് അടിക്കുക, പൗഡർ കോട്ട് പെയിൻറ്റിങ് ആകാം, ബ്രഷ് കൊണ്ട് പെയിൻ്റ് അടിക്കുക, ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബാപ്റ്റിസം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന ബപ്റ്റിസോ എന്ന വാക്കിൻ്റെ അർത്ഥം, ടെക്നിക്കൽ മീനിങ് അതാ. കോമൺ മെൻസ് യൂസേജ്, അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, കോമൺ മെൻസ് യൂസേജ് ടു ഗെറ്റ് വെറ്റ്, എങ്ങനെയെങ്കിലും നനയുക, ശരീരം വെള്ളത്തിൽ നിമജ്ഞമാകുക, ഇത്രയേ ഉള്ളൂ ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ അതിൻ്റെ സ്പിരിച്വൽ മീനിങ് ആണ്, റിലീജിയസ് മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലെ ആ ഡിക്ഷണറിയിൽ നിന്ന് എടുക്കുന്നത്, ലെക്സിക്കനിൽ നിന്ന് എടുക്കുന്നത്, അത് പറഞ്ഞു, ഇമേഴ്സ് എ പേഴ്സൺ ഇൻ വാട്ടർ അക്കോർഡിംഗ് ടു ദ കമാൻഡ്മെൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മുഴുകലാണ് സ്നാനം, മുങ്ങിയാണ് സ്നാനം, വെള്ളത്തിൽ നിമജ്ഞമാകുക. എന്തിനു വേണ്ടിയാണ്? യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടിയാണ്. യേശു കൽപ്പിച്ചതുകൊണ്ടാണ്. അത് ഹൃദയത്തിൽ ഒന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് ഇറങ്ങാൻ പോകാം. ഒന്നാമത്തേത് വേർഡ് മീനിങ് ഞാൻ കണ്ടു. 2, ഇതിനെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നത് അഥവാ സ്നാനത്തിൻ്റെ അതോറിറ്റി എന്താ? ഞാനിതിനു മുമ്പ് ഇവിടെ പണ്ടൊക്കെ എപ്പോഴും എടുക്കുമായിരുന്നു. സ്നാനത്തിൻ്റെ അതോറിറ്റി എന്താ? ആര് പറഞ്ഞതുകൊണ്ടാണ് സ്നാനപ്പെടുന്നത്? ആര് പറഞ്ഞതുകൊണ്ടാണ് സ്നാനം എടുത്തത്? പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആര് പറഞ്ഞിട്ടാടാ നീ രണ്ടാമത് പോയി മുങ്ങിയത്? അപ്പോൾ ആരാന്ന് കേട്ടു. ഒന്നാമത്തേത്, പിതാവായ ദൈവത്താൽ നിയമിക്കപ്പെട്ടതാ സ്നാനം. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടതാ സ്നാനം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവം അയച്ചിട്ട്, അത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അതേ അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞത്. വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞത്. ആരാ അയച്ചത്? ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. എന്തിനയച്ചത്? വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാനാ. അങ്ങനെയാണെങ്കിൽ വെള്ളത്തെ സ്നാനം 1 പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടതാണ്. 2, യേശു ക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് യേശുവിൻ്റെ കൽപ്പനയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണത്. ബാപ്റ്റിസം ഈസ് കമാൻഡഡ് ബൈ ജീസസ്. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടു, യേശു ക്രിസ്തുവിനാൽ കൽപ്പിക്കപ്പെട്ടു. 3, യേശുവിൻ്റെ അന്ത്യകൽപ്പനയിൽ സ്നാനം ഉൾപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷം 28:19, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. ഇതൊരു കൽപ്പനയാണ്, അന്ത്യകൽപ്പനയും കൂടെ. അന്ത്യകൽപ്പനകൾക്ക് എപ്പോഴും അർത്ഥം കൂടുതലുണ്ട്. ഓരോരുത്തരുടെ മരണസമയത്ത് അടുത്ത് നിന്നവരോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കാറുണ്ട്. ഒടുവിൽ എന്തെങ്കിലും പറഞ്ഞോ, മരിക്കാൻ നേരത്തെ എന്തെങ്കിലും പറഞ്ഞോ? അന്ത്യകൽപ്പനകൾക്ക് അർത്ഥമുണ്ട്. യേശു ഈ മണ്ണിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന അവസാനത്തെ നിമിഷം തൻ്റെ ശിഷ്യന്മാരോട് കൊടുത്ത അന്ത്യകൽപ്പനയിൽ യേശു സ്നാനം ഉൾപ്പെടുത്തി. അപ്പോസ്തലന്മാരുടെ ഡോക്ട്രിനായിരുന്നു സ്നാനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:38 സ്നാനത്തെക്കുറിച്ച് കൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. നാമത്തെക്കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞോളാം, സ്നാനമേൽപ്പീൻ. എബ്രായ ലേഖനം 6:1-2 അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിലും അവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു എന്ന് കാണാം. പത്രോസ് അവരെ സ്നാനപ്പെടുത്തുവാൻ കൽപ്പിച്ചു. ആരെയാ? കൊർന്നല്യൂസിൻ്റെ വീട്ടുകാരെ. അപ്പോസ്തോലിക കൽപ്പനയാണിത്, അപ്പോസ്തോലിക് ഡോക്ട്രിനാണ് എന്ന് 2 വാക്യങ്ങൾ കൊണ്ട് തെളിയിച്ചു. 1 അപ്പോസ്തല പ്രവൃത്തി 2:38, 2 അപ്പോസ്തല പ്രവൃത്തി 10:48. അടുത്തത്, ബാപ്റ്റിസം ഈസ് ദ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ. അത് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 2:38 ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു.
എബ്രായ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ചില കാര്യങ്ങളെക്കുറിച്ച് പറയിച്ചു. മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. സ്നാനം ദൈവത്തിൻ്റെ വചനപ്രകാരം അടിസ്ഥാന ഉപദേശമാണ്, ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. ഇവിടെയെങ്ങാനും ഇരിക്കുന്ന ഒരു കല്ല് കേടുള്ളതാണെങ്കിൽ, ഈ ഭിത്തിക്കകത്തിരിക്കുന്ന ഒരു കല്ല് കേടുള്ളതാണെങ്കിൽ വേണ്ടി വന്നാൽ റീപ്ലേസ് ചെയ്യാം, ഈസിയാണ്. പക്ഷേ അടിസ്ഥാനത്തിൽ നിന്നൊരു കല്ല് പോയാൽ റീപ്ലേസ് ചെയ്യുന്നത് എളുപ്പമല്ല. അടിസ്ഥാനം സൂക്ഷിച്ചേ മതിയാകൂ. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് സ്നാനം. 6, ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ദ ചർച്ച്. ദൈവസഭയുടെ ആദിമകാല പരിചയമായിരുന്നു. സഭയിൽ എന്തെങ്കിലും ഒന്ന് ഉപദേശമായി മാറണമെങ്കിൽ അതിന് 3 ഘടകങ്ങൾ വേണം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവസഭയിൽ ഏതെങ്കിലും ഒരു വിഷയം ഉപദേശമായി മാറണമെങ്കിൽ 3 ഘടകങ്ങൾ വേണം. 1, ദൈവം അതിനെക്കുറിച്ച് കൽപ്പിച്ചിരിക്കണം. 2, അപ്പോസ്തലന്മാരത് ആവർത്തിച്ച് പഠിപ്പിക്കണം. 3, 1-ാം നൂറ്റാണ്ടിലെ ആദിമസഭ അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഈ 3 കാര്യങ്ങളും ഉള്ളത് മാത്രമേ ഉപദേശമാകത്തുള്ളൂ. അല്ലാത്തത് ധാരാളം ബൈബിളിലുണ്ട്. ഉദാഹരണത്തിന് 1-ാം നൂറ്റാണ്ടിലെ സഭ അവർക്കുള്ളതെല്ലാം വിറ്റ് പൊതുവകയെന്ന് എണ്ണി. പക്ഷെ സഭയുടെ ഉപദേശമല്ല. കാരണം ദൈവം അത് പഠിപ്പിച്ചിട്ടില്ല. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അവർ ചെയ്തത്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. 1-ാം നൂറ്റാണ്ടിലെ സഭ പ്രാക്ടീസ് ചെയ്തു. പക്ഷേ അതിനെക്കുറിച്ചൊരു ദൈവകൽപ്പനയില്ല. ആ കാരണത്താൽ അതൊരു അടിസ്ഥാന ഉപദേശമല്ല. ആരെങ്കിലും ഒരുത്തൻ വിറ്റാൽ അവനും ദൈവവും തമ്മിൽ തീർത്തോണം. സഭയ്ക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല. 2, യേശുവിൻ്റെ വാഗൊണ്ട് പറഞ്ഞു വലത്തെ കൈ ഇടർച്ച വരുത്തുന്നെങ്കിൽ വെട്ടിക്കളയാൻ ആരെങ്കിലും പറയാറുണ്ടോ? അതിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല. ആദിമസഭ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഈ 3 ഘടകങ്ങൾ ഒരുപോലെ ഉള്ളത് മാത്രമേ അടിസ്ഥാന ഉപദേശമാകുന്നുള്ളൂ. സ്നാനത്തെക്കുറിച്ച് ദൈവസഭ യേശു പറഞ്ഞു, പിതാവ് പറഞ്ഞു. 2, അപ്പോസ്തലന്മാർ പറഞ്ഞു, പഠിപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം എടുത്താൽ ഉടനീളം സഭയത് പ്രാക്ടീസ് ചെയ്തു. അപ്പോസ്തലപ്രവൃത്തികളിൽ മൊത്തം കിടപ്പുണ്ട്, 8-ാം അധ്യായത്തിൽ പ്രത്യേകിച്ചു. അടുത്തത് സ്നാനം എന്നാൽ എന്ത്? വാട്ട് ഈസ് ബാപ്റ്റിസം? സ്നാനത്തിൻ്റെ ആധികാരികതയെ ഞാൻ തൊട്ടത്. ഒരാധികാരമില്ല, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ആരെങ്കിലും എന്നോട് ചോദിക്കുക, നീ എന്തിനാണ് സ്നാനപ്പെടുത്തുന്നത്? ഇത് ദൈവത്തിൻ്റെ കൽപ്പനയായിട്ടാണ് സ്നാനപ്പെടുത്തുന്നത്. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമായിട്ടാണ് സ്നാനപ്പെടുത്തുന്നത്. യേശു കൽപ്പിച്ചാൽ പിന്നെ താങ്കളുടെ അനുവാദം വേണോ? താങ്കൾ യേശുവിനേക്കാൾ വലിയവനല്ലല്ലോ. യേശു കൽപ്പിച്ചാൽ പിന്നെ താങ്കളുടെ അനുവാദം വേണോ? അതിൻ്റെ അർത്ഥം വീടിനകത്ത് പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല. ദൈവം അവസരം തരുവാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ലഭിക്കുമെങ്കിൽ എല്ലാവരുടെയും അനുവാദത്തോടെ സ്നാനപ്പെടുകയും ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ സ്നാനപ്പെടാതെ പോയാൽ നിത്യതയിൽ ചോദ്യം ചെയ്യപ്പെടും, മറക്കരുത്. അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നത് ദൈവസഭയുടെ വാട്ട് ഈസ് ബാപ്റ്റിസം, സ്നാനം എന്നാൽ എന്താ? 1, മത്തായിയുടെ സുവിശേഷം 3:15, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. കർത്താവ് യേശു ക്രിസ്തു സ്നാനരംഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ വിലക്കി. അരുത്, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം, നീ എൻ്റെ അടുക്കൽ വരരുത്. യേശു തിരിച്ച് യോഹന്നാൻ സ്നാപകനോട് പറയുന്ന പദമാണ്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. നീതി എന്ന മലയാള പദത്തിന് 2 ഇംഗ്ലീഷ് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് മത്തായി 3:15 സകല നീതി എന്ന് എഴുതിയിരിക്കുന്നത്. ഫോർ എവരി റൈച്ചസ്നെസ്. ഇത് ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്സാണ്. റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച് സാധിക്കുന്ന നീതി എന്നാണ്. പ്രവർത്തിച്ച് സാധിക്കുന്ന നീതി. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നീതിയാണ്, അത് നിയമം കൊണ്ട് ലഭിക്കുന്ന നീതിയാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെയെല്ലാം കുറേ അഴുക്ക് കിടക്കുന്നത് കണ്ടു. ആരെങ്കിലും ഒരാൾ ഒരു ചൂലെടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുത്ത് അത് തൂത്തു. ഇറ്റ്സ് എ റൈച്ചസ്നെസ്, പ്രവർത്തിച്ച് സാധിച്ച നീതിയാണ്. അല്ല, ഇങ്ങോട്ട് മാറി നിന്നുകൊണ്ട് ചോദിക്കാം, ആം ഐ സപ്പോസ് ടു ഡൂ ദിസ്? ഇതെൻ്റെ പണിയാണോ? അല്ല മോനെ, യു ആർ ലീഗലി ജസ്റ്റിഫൈഡ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് റൈച്ചസ്നെസ്. സ്നാനം ഒന്ന് ചെയ്ത് തീർക്കേണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇറ്റ് ഇസ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. 2, ബാപ്റ്റിസം ഈസ് ഓൾസോ ദ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഗോഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പരീശന്മാരും ന്യായശാസ്ത്രികളും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ദ ജസ്റ്റിഫൈഡ് ഗോഡ് 7:29 ദ ജസ്റ്റിഫൈഡ് ഗോഡ്. സ്നാനപ്പെട്ടതിനാൽ ദൈവത്തെ നീതീകരിച്ചു എന്ന് മലയാളത്തിൽ കാണാം.
ബാപ്റ്റിസം ഈസ് ഓൾസോ ഗോഡ്ലി കൗൺസിൽ. ഇറ്റ് ഈസ് എ കൗൺസിൽ ഓഫ് ഗാഡ്. 7-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 7, 29, 30 വാക്യങ്ങൾ ദയവായിട്ട് ആർക്കെങ്കിലും ഒന്ന് വായിച്ചേക്കാമോ? ലൂക്കോസ് 7-ാം അധ്യായം 29, 30 വാക്യങ്ങൾ. 2 പദങ്ങൾ കാണാം. ഒന്ന് ജസ്റ്റിഫിക്കേഷനും മറ്റേത് കൗൺസിൽ, ആലോചനയും. പരീശന്മാരും ന്യായശാസ്ത്രികളും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന അവർക്ക് വൃഥാവാക്കി അവർ ചിലർ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. വായിക്കാമോ? ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനം ഏൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. നീതീകരണമെന്നും ആലോചനയെന്നും 2 ആശയങ്ങളിൽ സ്നാനത്തെക്കുറിച്ച് പറയും. ഇറ്റ് ഇസ് എ ജസ്റ്റിഫിക്കേഷൻ, ഇറ്റ് ഇസ് എ റൈച്ചസ്നെസ്, ഇറ്റ് ഇസ് എ കൗൺസിൽ. 4, ഇറ്റ് ഇസ് എ പ്രയർ. സ്നാനമെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. 1 പത്രോസ് 3:21 ബാപ്റ്റിസം ഈസ് ആൻ ആൻസർ ഓഫ് എ പ്രയർ. ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായുള്ള പ്രാർത്ഥനയാണ് സ്നാനം. എനിക്കൊരു നല്ല മനസ്സാക്ഷി വേണമെങ്കിൽ കൽപ്പന അനുസരിക്കാതെ എന്നതിൻ്റെ നല്ല മനസ്സാക്ഷിയാണ്. ദൈവം എന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്യാത്തിടത്തോളം കാലം എന്നതിൻ്റെ നല്ല മനസ്സാക്ഷിയാണ്. നല്ല മനസ്സാക്ഷി വേണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മതിയാകത്തുള്ളൂ. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. 4 കൂട്ടം കാര്യങ്ങൾ സ്നാനം എന്നാൽ എന്ത് എന്നതിൻ്റെ മറുപടിയായി ഞാൻ പറഞ്ഞു. അടുത്തത്, ബാപ്റ്റിസം ഈസ് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ. അത് നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചതാണ്. ഇനിയും വാട്ട് ഫോർ ബാപ്റ്റിസം, സ്നാനപ്പെടുന്നത് എന്തിന്? സ്നാനം എന്നാൽ എന്തെന്നുള്ളതാണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്നാനപ്പെടുന്നത് ഫോർ വാട്ട്, ഇതുകൊണ്ട് എന്ത് സാധിക്കുന്നു, ഇതെന്തിനു വേണ്ടിയാണ്? ഞങ്ങളൊക്കെ സ്നാനപ്പെടുന്ന കാലത്ത് ആളുകൾ പറയുമായിരുന്നു പാവയ്ക്ക മുക്കിയ പോലെ ഉള്ളത്. നീ സ്നാനപ്പെടാൻ ഇറങ്ങുമ്പം പോക്കറ്റിലൊരു പാവയ്ക്കായും കൂട്ടിട്ടേക്കണം, പാവയ്ക്ക മുങ്ങിയതുപോലെ ഉള്ളൂ. തിരിച്ചു കയറുമ്പം പാവയ്ക്കായുടെ കയ്പ് മാറിയിട്ടുണ്ടോ നോക്കണ്ട. ഇടൂ, കയ്പ് മാറ്റാൻ അല്ലടൂ ഞാൻ സ്നാനപ്പെട്ടത്. പാവയ്ക്ക സ്നാനപ്പെട്ടത് വിശ്വസിച്ചിട്ടല്ല, കൊച്ചുങ്ങളെ മുക്കിയ പോലെ. അത് വിശ്വസിക്കാതെ ഞാൻ വിശ്വസിച്ചാണ് സ്നാനപ്പെട്ടത്. അതിനകത്ത് അർത്ഥമുണ്ട്. സ്നാനം എന്തിനു വേണ്ടി? യേശുവിനോട് ചേരാൻ ഒറ്റ ആൻസറേ ഉള്ളൂ. സ്നാനം യേശുവിനോട് ചേരാൻ. വേദപുസ്തകത്തിൽ യേശുവിനോട് ചേരേണ്ടതിന് സ്നാനമല്ലാതെ രണ്ടാമതൊരു മെത്തേഡ് ബൈബിളിൽ ഇല്ല. ഒന്നുകൂടെ ആവർത്തിക്കാം. വേദപുസ്തക പ്രകാരം യേശുവിനോട് ചേരുവാൻ സ്നാനമല്ലാതെ രണ്ടാമതൊരു മെത്തേഡില്ല. റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ യേശുവിനോട് ചേരാനാണ് സ്നാനം. ഞാനത് ഇച്ചിരൂടെ വിശദീകരിക്കും. പറഞ്ഞാൽ അടുത്ത 15 മിനിറ്റ് കൂടെ പോകും. ഇച്ചിരൂടെ വിശദീകരിക്കും. യേശുവിനോട് ചേരാനാണ് സ്നാനം. ഇനി സ്നാനപ്പെട്ടില്ലെങ്കിൽ യേശുവിനോട് ചേരത്തില്ലേ? ഇല്ല. യേശുവിനോട് ചേരാനാണ് സ്നാനമെങ്കിൽ സ്നാനപ്പെട്ടില്ല യേശുവിനോട് ചേരത്തില്ല. ഇവിടെ ഇന്നൊരു പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം നടക്കുന്നു, മറ്റേയാൾ പ്രാർത്ഥിച്ചിട്ട് അത് നടക്കുന്നു, ഇവൻ ദൈവത്തിൻ്റെ സ്വന്തം അത് പറയുന്നു, എന്നെ ഒക്കെ പറഞ്ഞാലും ബൈബിളിൻ പ്രകാരം സ്നാനപ്പെടുന്നില്ലെങ്കിൽ ആൾ യേശുവിനോട് ചേർന്നതല്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു ഉദാഹരണമുണ്ട്. 1971 അല്ലെങ്കിൽ 70-ലോ 71 ഞാൻ ന്യൂഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ അയച്ചത്. എയർഫോഴ്സ് സ്റ്റേഷനിൽ ഒരു പിള്ള, ഒരു കൊച്ച്, ഒരു എന്നെക്കാൾ ഒരു 5-6 വയസ്സിന് പ്രായം കുറഞ്ഞ ഒരു മോനാണ്, ഒരു പിള്ള അവിടെ ഉണ്ടായിരുന്നു. പിള്ള എനിക്ക് അസാമാന്യമായ സഹായം ചെയ്തു. രാത്രിയിൽ ഒരു 11:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡൽഹിയിൽ എത്തുന്നത്. അദ്ദേഹം എനിക്ക് ഒരു ബെഡിൻ്റെ ക്രമീകരണം ചെയ്തു തന്നു, കുടിക്കാൻ തണുത്ത വെള്ളം കൊണ്ടു തന്നു, എവിടെയെങ്കിലും പോയി വല്ലതും വാങ്ങിച്ചു കൊണ്ടു തരണം, ഭക്ഷിക്കാൻ തരണമെന്ന് ചോദിച്ചു, ഒത്തിരി കാര്യങ്ങളിൽ എന്നെ സഹായിച്ചു.